അവൻ്റെ മനസ്സിനൊപ്പം ചിന്തിക്കാനാണ് ചന്തുവിനും തോന്നിയത്. പക്ഷേ പൊടുന്നനെ തന്നെ നിസ്സഹായായ ഒരു പെണ്ണിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും ചന്തുവിന് വിക്രത്തോട് ദേഷ്യം തോന്നി. വിക്രം, തൻ്റെ പൂർണ്ണമായ സമ്മതമില്ലാതെയാണോ ഈ വിവാഹം നടന്നത്? സത്യമാണ്, അച്ഛനും അമ്മയും എന്നെ ഇമോഷണലി ഫോഴ്സ് ചെയ്തു. അന്നത്തെ സാഹചര്യത്തിൽ അവരെ എനിക്ക് അനുസരിക്കേണ്ടി വന്നു. വിക്രം, വൈദുവിനെ ഒരിക്കൽ പോലും താൻ നോക്കിയിട്ടില്ലേ? ചന്തു അത് ചോദിക്കുമ്പോൾ തലേന്ന് അവളുടെ അടുത്തേക്ക് പോയതാണ് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. ചുവന്നു കലങ്ങിയ കണ്ണുകൾ, വിതുമ്പുന്ന ചുണ്ടുകൾ, വേദന കൊണ്ട് ഇടറുന്ന വാക്കുകൾ. അന്നാണ് താൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കുന്നത്. വിക്രം, അവളൊരു പാവമാണ്. മഞ്ഞുപോലൊരു പെണ്ണെന്ന് കേട്ടിട്ടില്ലേ? അത്രയും പാവം. ഒന്നമർത്തി പിടിച്ചാൽ പോലും അലിഞ്ഞു പോകുന്നവൾ. അവളെ സ്നേഹിക്കാൻ കൊള്ളില്ലെന്ന് വിചാരിക്കല്ലടോ. തന്നെപ്പോലൊരു സ്റ്റാർ വാല്യുള്ള നടന് അവളെപ്പോലൊരു സാധാരണക്കാരി ചേരില്ലെന്ന തോന്നലിലാണോ അവളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം? വിക്രം അസ്വസ്ഥതയോടെ നെറ്റി തിരുമ്മി. ആ, അത് തന്നെ കാരണം. എൻ്റെ സങ്കല്പത്തിലുള്ളൊരു പെണ്ണല്ല അവൾ. എനിക്കൊരു ലൈഫ് പാർട്ണർ ആകാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്നൊരു ദിവസം ഒരുത്തിയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവളെ താലി കെട്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഒടുവിൽ നിവർത്തികേട് കൊണ്ട് താലി കെട്ടേണ്ടി വന്നു. പിന്നെ അവളെ ഇഷ്ടപ്പെടാൻ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് പോലും ഓർക്കാൻ ഇഷ്ടമല്ല എനിക്ക്. പിന്നെ ഡിവോഴ്സ് കേസിനൊന്നും പോകണ്ട. ഞാനും അവളുമായുള്ള വിവാഹത്തിന് യാതൊരു നിയമസാധ്യതയില്ല. രജിസ്റ്റർ ചെയ്യാത്തൊരു വിവാഹത്തിന് എന്ത് നിയമസാധ്യത? കുറച്ചു കാലം ഒരു ഹോസ്റ്റലിൽ നിന്നു, അങ്ങനെ കരുതിയാൽ മതി. ഒരു വിരൽ തുമ്പ് കൊണ്ടുപോലും ഞാൻ അവളെ കളങ്കപ്പെടുത്തിയിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ബൈ പറഞ്ഞു പോകുന്നൊരു ബന്ധം, അത്രയേ ഉള്ളൂ. ആ താലി അഴിച്ചു വെച്ച് എപ്പോൾ വേണമെങ്കിലും അവൾക്ക് സ്വതന്ത്രയാകാം. അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഉറപ്പിച്ച് ചന്തു ഫോൺ കട്ട് ചെയ്തു. ചന്തു അവൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. വല്ലാത്തൊരു കുരുക്കിലാണല്ലോ വൈദു നീ പെട്ടുപോയത്. നിന്നെ ആർക്കാടി ഇഷ്ടപ്പെടാത്തത്? നിന്റെ വിലയൊരിക്കൽ അവൻ മനസ്സിലാക്കും. അന്ന് അവന് നിന്നെ നഷ്ടപ്പെട്ടിരിക്കും. ചന്തു സോപാനത്തിലിരുന്ന് ആലോചിച്ചു ഇരുന്നപ്പോഴാണ് വൈദു അവൻ്റെ അടുത്തേക്ക് വന്നത്. ഏട്ടാ വാ കഴിക്കാം. ചന്തു അവളെ ഒന്ന് നോക്കി. ഒപ്പം അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്കും. സിനിമയിൽ അഭിനയിക്കുന്നൊരു സീനിൻ്റെ പ്രാധാന്യം മാത്രമേ ആ വിവാഹത്തിന് വിക്രം കൊടുത്തിട്ടുള്ളൂ എന്ന് ചന്തു ഓർത്തു. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും അവൻ അഭിനയിക്കുകയാണ്. വൈദു, നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? വൈദു തല കുനിച്ചു നിന്നു. ചോദിച്ചത് കേട്ടില്ലേ? ചന്തുവിൻ്റെ സ്വരം മുറുകി. അവൾ ഇല്ലെന്ന് തലയാട്ടി. എൻ്റെ വൈദു, നിന്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. രജിസ്റ്റർ ചെയ്യാത്ത വിവാഹത്തിന് യാതൊരു നിയമത്തിൻ്റെ പിൻബലവും ഇല്ല. ഡിവോഴ്സ് കിട്ടില്ല. പക്ഷെ ആ കഴുത്തിൽ കിടക്കുന്ന താലി അഴിച്ചു മാറ്റുന്നതോടെ നിന്റെയും വിക്രത്തിൻ്റെയും വിവാഹബന്ധം അവസാനിക്കും. അതുതന്നെയാണ് അവൻ പറയുന്നത്. അതുതന്നെയാണ് അവൻ്റെ അഹങ്കാരവും. നഷ്ടപരിഹാരവും തരണ്ട. നിന്റെ ജീവിതത്തിന് യാതൊരു വിലയില്ലാതായി പോയല്ലോ വൈദു. ചന്തു വേദനയോടെ ചോദിച്ചപ്പോൾ വൈദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ വിക്രം വൈദുവിനെ ഓർക്കാൻ ശ്രമിച്ചു. ഓർമ്മയിൽ പോലും തെളിയാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചാണ് അവളെ ആദ്യമായി കാണുന്നത്. ആരാധനയോടെയും പ്രണയത്തോടെയും തന്നെ നോക്കുന്ന കണ്ണുകളിൽ നിന്ന് വ്യത്യസ്തമായി തന്നോട് അപരിചിതത്വം കാണിച്ചവൾ. തന്നെ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അമ്പരപ്പായിരുന്നു. കാണുന്നത് താലികെട്ടിൻ്റെ അന്നായിരുന്നു. ശരിക്കും ഞെട്ടിപ്പോയി. താലികെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും അറിയാതെ ആ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ സമയം. ദേഷ്യവും വെറുപ്പും കലർന്ന ഒരു അവസ്ഥ. രാത്രിയിൽ കയ്യിലൊരു പാൽ ഗ്ലാസുമായി വിറച്ചു വിറച്ച് റൂമിലെത്തിയവളെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് അടുത്ത റൂമിലേക്ക് കയറി വാതിലടച്ചു. പിറ്റേന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് ഹൈദരാബാദിലേക്ക് പോയി. പിന്നെയുള്ള ഒരു മാസം അവളെന്ന വ്യക്തിയെക്കുറിച്ച് അറിയാത്തതുപോലെ ഓർത്തില്ല. ഒരു മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ പ്രതീക്ഷയോടെ തന്നെ നോക്കുന്ന കണ്ണുകളെ അവഗണിച്ച് മുറിയിലേക്ക് പോയി. മുറിയിലാകെ മറ്റൊരു ഗന്ധമായിരുന്നു. അവളുടെ ഗന്ധം. ജനാലയുടെ തുറന്നിട്ടുന്ന നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന മുറിയായിരുന്നു. ബാത്റൂമിൽ അവളുടെ ഷാമ്പുവും സോപ്പും ക്രീമുകളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. അന്ന് രാവിലെ രാധിക വൈദു പോകുന്നതിന് മുൻപേ കാണാൻ വന്നിരുന്നു. ഒരു കാസറോളിൽ അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മസാല ദോശയും തക്കാളി ചട്നിയും ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. രാധിക ഉമ്മറത്തേക്ക് കയറിയപ്പോൾ സോപാനത്തിൽ ചായയും കുടിച്ച് പത്രവും വായിച്ചുകൊണ്ടിരുന്ന ചന്തു രാധികയെ കണ്ട് ബഹുമാനത്തോടെ എഴുന്നേറ്റു. രാധിക അവനെ നോക്കി പുഞ്ചിരിച്ചു. ചന്തു തിരികെയും ഒരു പുഞ്ചിരി നൽകി.
മോനിന്ന് പോണ്ടായോ? ഇന്ന് മിഡിൽ ഷിഫ്റ്റാണ് ആൻറ്റി, 11 മണിക്ക് പോയാൽ മതി. ചന്തു രാധികയെ അകത്തേക്ക് പിടിച്ചു കയറ്റി. കയ്യിലിരുന്ന വലിയ സഞ്ചിയും വാങ്ങി അകത്തേക്ക് പോയി. വൈദ്യു ശബ്ദം കേട്ട് ഹാളിലേക്ക് വന്നപ്പോൾ രാധികയെ കണ്ട് ഓടിപ്പോയി മാറോട് ചേർന്നു. മുഖത്തൊരു വെട്ടം വീണല്ലോ. രാധിക അവളുടെ തെളിഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉണ്ണിയമ്മ പണ്ടേ എങ്ങനെയാമേ, മഞ്ഞച്ചെടിയൊക്കെ കൊണ്ട് കുളിപ്പിക്കും. ഇപ്പോഴും അതന്നെ പണി. വൈദ്യു കുറുമ്പോടെ പറഞ്ഞപ്പോൾ രാധിക അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. 2 ദിവസം മുൻപ് വന്നപ്പോൾ വിഷാദം തളം കെട്ടിയ മുഖമായിരുന്നു അവൾക്ക്. പക്ഷേ ഇപ്പോൾ 3 വർഷങ്ങൾക്ക് മുൻപ് താൻ കണ്ട അതേ കുറുമ്പിയായതുപോലെ. മുൻപ് വൈദ്യു അങ്ങനെയായിരുന്നെന്നും പത്മനാഭൻ ചേട്ടൻ അസുഖം വന്നതു മുതലാണ് വൈദ്യു ആകെ മാറിയതെന്നും ഉണ്ണിയമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. രാധിക കാസറോൾ തുറന്ന് മേശപ്പുറത്ത് വെച്ചു. വൈദ്യുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ഇന്നലെ മാവ് ആട്ടി വെച്ചപ്പോൾ മുതൽ തോന്നിയതാ. മോള് പോവും മുന്നേ കൊണ്ട് തരണമെന്ന് തോന്നി. എല്ലാവർക്കും ഉള്ളതുണ്ട്. വൈദ്യു അടുക്കളയിൽ പോയി 4 പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നു. രാധികയും കൂടി അവൾ പിടിച്ചിരുത്തി. ചന്തു 2 പേരുടെയും സ്നേഹം നോക്കി കാണുകയായിരുന്നു. വെറുതെയല്ല 3 വർഷം വൈദ്യു അവിടെ പിടിച്ചു നിന്നെന്ന് അപ്പോഴവൻ മനസ്സിലാക്കി. രാധികയുടെ സ്നേഹം കണ്ടാൽ അമ്മായിയമ്മയുടേതെന്ന് പറയില്ല, വൈദ്യുവിൻ്റെ സ്വന്തം അമ്മയാണെന്നേ തോന്നൂ. രാധിക വൈദ്യുവിന് വായിൽ വെച്ച് കൊടുക്കുന്നുമുണ്ട്. 2 പേരുടെയും കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ട് ഉണ്ണിയമ്മയും കണ്ണ് തുടയ്ക്കുന്നുണ്ട്. ചന്തു താടിക്ക് കൈ കൊടുത്തുകൊണ്ട് 3 പേരെയും നോക്കി. കേട്ടോ ഉണ്ണിയമ്മേ, എനിക്കൊരു മോളെ കിട്ടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. വിക്കിയെ കിട്ടിക്കഴിഞ്ഞ് ഒരിക്കൽ വയറുവേദനയ്ക്ക് സ്കാൻ ചെയ്തു. നോക്കിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇനിയൊരു കുഞ്ഞിനെ വഹിക്കാനുള്ള ശേഷി എൻ്റെ ഗർഭപാത്രത്തിന് ഇല്ലെന്ന്. ശേഷം കാത്തിരിപ്പായിരുന്നു, വിക്കിയിലൂടെ എനിക്കൊരു മോളെ കിട്ടുമല്ലോ എന്ന്. പക്ഷേ എൻ്റെ ആഗ്രഹം പോലെ കിട്ടിയപ്പോൾ എനിക്കതിനുള്ള യോഗമില്ലാണ്ടായിപ്പോയി. രാധിക കരഞ്ഞു പോയപ്പോൾ വൈദ്യു വിതുമ്പിക്കൊണ്ട് ആ നെഞ്ചോട് ചേർന്നു. ഉണ്ണിയമ്മയും കരഞ്ഞു പോയിരുന്നു. ആ നിമിഷം ചന്തുവിന് വിക്രത്തോട് വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി. ഇവിടെ എന്താ കണ്ണീർ സീരിയലാണോ ഇങ്ങനെ കരയാൻ? എണീറ്റ് പോയി കൈയൊക്കെ കഴുകിയേ. വൈദ്യു, നിനക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായില്ലേ? ചന്തു സന്ദർഭം തണിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം, മോളെ ഞാൻ അവിടെ ആക്കാം, പോയി റെഡിയായിട്ട് വാ. വൈദ്യു തലകുലുക്കിക്കൊണ്ട് എഴുന്നേറ്റ് പോയി. കഴിച്ച പാത്രങ്ങൾ കഴുകാൻ പോയെങ്കിലും ഉണ്ണിയമ്മ രാധികയെ സമ്മതിച്ചില്ല. നല്ലൊരു കോട്ടൺ സാരി ഞുറിഞ്ഞെടുത്തു. നീണ്ട മുടി പിന്നിക്കെട്ടിയിട്ട് ബാഗും എടുത്ത് വൈദ്യു താഴേക്ക് ഇറങ്ങി വന്നു. ചന്തു അവളെ തറപ്പിച്ചു നോക്കുന്നുണ്ട്. വൈദ്യുവിൻ്റെ ചുണ്ടുകൾ കൂർത്തുപോയി. അമ്മേ, ഈ ചന്തുവായിട്ട് ഞാൻ സാരി ഉടുക്കുന്ന ഇഷ്ടമല്ല. കൊച്ചുകുട്ടികളെ പോലെ പരാതി പറയുന്നവളെ ചന്തു വാ തുറന്നു നോക്കി. അതാൻറ്റി, ഈ പ്രായത്തിൽ ഒരുമാതിരി അമ്മച്ചിമാരെ പോലെ നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാ. വൈദ്യു ഇങ്ങനെ തന്നെയാ മോനെ, അവിടെ ആയാലും എൻ്റെ സാരിയൊക്കെ വാങ്ങി ഉടുത്തോണ്ട് നടക്കും. അവൾക്കതാണ് ഇഷ്ടമെന്ന് പറയും. ഒത്തിരി ജീൻസും ടോപ്പും ഒക്കെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അവിടെ അതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കിതാ അമ്മേ കംഫർട്ട്, വൈദ്യു പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ? പോയിട്ട് വരാട്ടോ ഉണ്ണിയമ്മേ. പോട്ടെ മോനെ. ഉണ്ണിയമ്മയും ചന്തുവും പുഞ്ചിരിയോടെ തലകുലുക്കി. രാധികയുടെ കൈ പിടിച്ച് സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്നവളെ നോക്കി ഉണ്ണിയമ്മ നെടുവീർപ്പിട്ടു. അമ്മയുടെ സ്നേഹവും വാത്സല്യവും കിട്ടാതെ വളർന്ന കുട്ടിയാണ്. പക്ഷെ അവളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അമ്മയെ കിട്ടിയപ്പോൾ അനുഭവിക്കാൻ യോഗമില്ലാണ്ടായിപ്പോയി. ഉണ്ണിയമ്മ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാർ റോഡിലേക്ക് പോകുന്നതുവരെ നോക്കി നിന്നു. രാധികയും വൈദ്യുവും ഹോസ്പിറ്റലിൽ വന്നു. വൈദ്യു അവളുടെ സെക്ഷനിലേക്ക് പോയപ്പോൾ രാധിക ഗോപാലിനെ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി. ഡി, വൈദ്യു കോട്ടിട്ട് തിരിഞ്ഞപ്പോഴാണ് ചെവിയിൽ ഒരാൾ പിടിച്ചുകൊണ്ട് അവളെ കിറിവിച്ചു നോക്കിയത്. ആ വിട് സഞ്ജു. സച്ചി അവളുടെ ചെവിയിലെ പിടിവിട്ടു. എന്തടി കോപ്പെ ഫോൺ എടുക്കാത്തത്? അയ്യോ, അത് നിന്റെ നമ്പറായിരുന്നോ? പരിചയമില്ലാത്ത നമ്പറാണ്, ഞാൻ എടുത്തില്ല. ആ ഫസ്റ്റ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് വേറെ നമ്പർ വിളിച്ചാൽ നീ എടുക്കില്ലേ? സഞ്ജു ഗൗരവത്തോടെ ചോദിച്ചു. സോറിയടാ, സത്യമായിട്ട് എനിക്കറിയില്ല, ഇനി ഞാൻ എടുത്തോളാം, പോരെ? പിന്നെ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിലേക്ക് പോരെ, ഇന്ന് എൻ്റെ വക ചിലവ്. എന്താണ് വിശേഷം? എൻ്റെ കല്യാണമായോ? ആ വാക്ക് നീ മിണ്ടിപ്പോയിരുന്നു കോപ്പെ. കല്യാണം പോലും. കല്യാണമല്ലടി, നല്ല ഒന്നാന്തരം കൊലക്കയറെന്ന് പറ. സഞ്ജു പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ വൈദ്യുവിൻ്റെ മുഖം വാടി. വിശേഷമൊന്നും ഇല്ലടി വേണേ, വെറുതെ നീ അങ്ങ് പോരെ, ഞാൻ പോവാണേ. അവൻ അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് പോയി. 2-3 പേഷ്യൻസിൻ്റെ ബ്ലഡ് എടുത്ത് മാറിയപ്പോഴാണ് അടുത്ത ആളിൻ്റെ പേര് കണ്ട് വൈദ്യു പകപ്പോടെ നോക്കിയത്. വിക്രം ഗോപാൽ. അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ചെയറിലേക്ക് വന്നിരുന്നവനും അവളെ കണ്ടൊന്ന് പതറി. അവിടെ നിന്ന് മറ്റു 3 സ്റ്റാഫ്സ് അവനെ കണ്ട് സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും നോക്കുന്നുണ്ട്. വൈദ്യു വിറയലോടെ അവൻ്റെ അടുത്തേക്ക് കുനിഞ്ഞു. അവൻ്റെ കയ്യിൽ ടൂർണിക്കേറ്റ് കെട്ടുമ്പോഴും കോട്ടൺ വെച്ച് തുടയ്ക്കുമ്പോഴും അറിയാതെ പോലും ആ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ അവൾ ശ്രമിച്ചു.
വിക്രം അവൾ കുനിഞ്ഞപ്പോൾ അവളിൽ നിന്ന് വമിച്ചൊരു പ്രത്യേക ഗന്ധത്തിൽ തറഞ്ഞിരിക്കുകയായിരുന്നു. ഒപ്പം അവൾ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നതിൽ ചെറിയൊരു ദേഷ്യവും തോന്നി. വൈദു ഭാവഭേദമില്ലാതെ സാമ്പിൾ എടുത്തു മാറി. മറ്റുള്ളവർ അവളെ ഒരു അന്യഗ്രഹ ജീവിയെപ്പോലെ നോക്കുന്നുണ്ട്. പോകാൻ നേരത്തെ വിക്രം അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ കമ്പ്യൂട്ടറിൽ തന്നെ നോക്കി നിൽപ്പാണ്. അവൻ ദേഷ്യത്തിൽ നടന്നുപോയി. വൈദ്യു ആദ്യമായി ജയിച്ചെന്ന പോലൊരു ചിരി ചിരിച്ചു. പിള്ളേരൊക്കെ സെൽഫി ചോദിച്ചിട്ടും നിൽക്കാൻ കൂട്ടാക്കാതെ വിക്രം VIP റൂമിലേക്ക് പോയിരുന്നു. അവൻ്റെ മനസ്സ് പുകഞ്ഞു തുടങ്ങി. ആദ്യമായി അവൾ തന്നെ അവഗണിച്ചതിലുള്ള ഈർഷ്യയായിരുന്നു അവന്. 3 വർഷം അവൻ അവഗണിച്ചപ്പോൾ അവൾക്ക് തോന്നിയ വേദനയും വിഷമവും അവനപ്പോൾ മറന്നുപോയിരുന്നു. വൈദു, നിനക്കിപ്പോഴും മാറ്റമില്ലല്ലോടി. അന്നും വിക്രം സാർ വന്നപ്പോൾ നീ മൈൻഡ് ചെയ്തിരുന്നു, ഇന്നും അങ്ങനെ തന്നെ. അയാളെ കാണുമ്പോൾ ഞാൻ ആരതി ഒഴിയണോ? ഞാൻ എൻ്റെ ജോലി ചെയ്തു, അത്രയേ ഉള്ളൂ. അയാൾ ആരായാലും എനിക്കൊന്നുമില്ല. വൈദ്യു തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ എൻ്റർ ചെയ്യാൻ തുടങ്ങി. അനു സംശയത്തോടെ അവളെ നോക്കി. മനഃപൂർവ്വമുള്ള അവളുടെ ഈ അവഗണനയ്ക്ക് പിന്നിൽ വ്യക്തമായ എന്തോ കാരണമുണ്ടെന്ന് സാരം. സഞ്ജുവിന് അറിയാമായിരിക്കും സത്യം എന്തെന്ന്. ഇടയ്ക്ക് അനു സഞ്ജുവിനെ ലിഫ്റ്റിൽ വെച്ച് കണ്ടപ്പോൾ അവനെയും പിടിച്ചു വലിച്ച് കോറിഡോറിൻ്റെ അടുത്തേക്ക് പോയി. വിക്രം വന്നപ്പോൾ വൈദ്യു കാണിച്ച ആറ്റിറ്റ്യൂഡ് അനു അവനോട് പറഞ്ഞു. ശക്തമായ എന്തോ കാരണമുണ്ട്, അത് നിനക്ക് നന്നായിട്ടറിയാം. വൈദ്യു തിരിച്ചു വന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചവളാണ് ഞാൻ. പക്ഷേ അവളുടെ കണ്ണുകളിൽ പലതും വായിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞു, പക്ഷെ ആരുമായി? ഇപ്പോൾ അവളുടെ സങ്കടം എന്താ? അവൾ ഡിവോഴ്സ് ചെയ്യാണോ? സഞ്ജു ഒരു ദീർഘനിശ്വാസത്തോടെ അവളെ നോക്കി. അനു, നീ ഞെട്ടരുത്. വൈദ്യുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് നിങ്ങളൊക്കെ ഒരുപാട് ആരാധിക്കുന്ന വിക്രം ഗോപാൽ തന്നെയാണ്. അനു ഞെട്ടി അവനെ നോക്കി. സഞ്ജു അവളോട് വൈദ്യു തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അനു തളർച്ചയോടെ ചുവരിൽ ചാരി നിന്നുപോയി. അയാൾ ഇത്രയും ക്രൂരനായിരുന്നോ? വൈദ്യുവിനെ പോലൊരു പെണ്ണിനെ കിട്ടിയിട്ട് വേണ്ടെന്ന് വെക്കാൻ അയാൾക്ക് വട്ടാണോ? ഇവനെയൊക്കെയാണല്ലോ ഇഷ്ടപ്പെടുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. അനു, നീ അറിഞ്ഞതായി ഒന്നും ഭാവിക്കണ്ട. അവളോടൊന്നും ചോദിക്കുകയും ചെയ്യരുത്. അനു തല കുലുക്കി അവനെ നോക്കി. അനു തിരികെ എത്തിയപ്പോൾ റിസൾട്ട് ടൈപ്പ് ചെയ്യുന്ന വൈദ്യുവിനെ വേദനയോടെ നോക്കി. അനു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എന്താടി? വൈദ്യു അവളെ നോക്കി ചോദിച്ചു. ഒന്നുമില്ലടി, ലവ് യു. അനു അത്രമാത്രം പറഞ്ഞ് അവളുടെ കവളിൽ വലിച്ചു വിട്ടു. വൈദ്യു അവൾക്കൊരു പുഞ്ചിരി നൽകി. ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള റുട്ടീൻ ചെക്കപ്പിന് വന്നതായിരുന്നു വിക്രം. അവൾ ഇവിടെയാണ് തിരികെ ജോലിക്ക് കയറിയതെന്ന് അറിഞ്ഞില്ല. എങ്കിലും ഇങ്ങോട്ട് വരില്ലായിരുന്നു. പൂച്ചയെപ്പോലിരുന്നവളുടെ അഹങ്കാരം കണ്ടില്ലേ? പണ്ടും അങ്ങനെയായിരുന്നല്ലോ. വിക്രം പല്ല് കടിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് വിക്രം ക്യാൻറ്റീനിലേക്ക് കോഫി കുടിക്കാനായിപ്പോയി. കോഫി റൂമിൽ എത്തിക്കാമെന്ന് PRO പറഞ്ഞെങ്കിലും അവനത് നിരസിക്കുകയായിരുന്നു. സൺഗ്ലാസും തലയിൽ ഒരു ക്യാപ്പും മാസ്കും വെച്ചുകൊണ്ടാണ് വിക്രം ക്യാൻറ്റീനിലേക്ക് പോയത്. പോയൊരു കോഫിക്കും മീറ്റ് റോളിനും ഓർഡർ കൊടുത്ത് വിക്രം സീറ്റിൽ വന്നിരുന്നു. അവൻ്റെ എതിർവശത്തായി ഇരിക്കുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ഒരു പയ്യനോടൊപ്പം കളിച്ച് ചിരിച്ചിരിക്കുന്ന വൈദ്യു. ഇടയ്ക്ക് അവൻ അവളുടെ ചെവിയിൽ പിടിച്ചു വലിക്കുന്നുണ്ട്. തൊട്ടു മുന്നിൽ വേറൊരു പെൺകുട്ടി കൂടിയുണ്ട്. വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് അവരുടെ ശ്രദ്ധ കിട്ടാത്തിടവും എന്നാൽ അവൻ അവളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കും മാറിയിരുന്നു. 3 ചിക്കൻ ബിരിയാണി അവർക്ക് മുന്നിലേക്ക് വന്നിരുന്നു. ആ പയ്യൻ കുറച്ചെടുത്ത് ആദ്യം രണ്ടുപേരുടെയും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. തൻ്റെയൊപ്പം ഒരിക്കൽ പോലും അവളെ ചിരിച്ചു കണ്ടിട്ടില്ല. അതിന് താൻ അവളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ കൊഞ്ചിയിരിക്കുന്നത് കാണാം. വിക്രം മാസ്ക് മാറ്റി കോഫി എടുത്ത് കുടിക്കാൻ തുടങ്ങി. അധികം ആരും ശ്രദ്ധിക്കാത്തയിടത്താണ് വിക്രം ഇരുന്നത്. ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ അവളിൽ തന്നെ പാറി വീഴുന്നുണ്ട്. അന്ന് ആദ്യമായാണ് അവളുടെ കവളിൽ തെളിയുന്ന നുണക്കുഴി വിക്രം ശ്രദ്ധിക്കുന്നത്. മുഖത്ത് പിങ്ക് നിറത്തിലുള്ള മുഖക്കുരുക്കൾ എപ്പോഴും കാണും. കട്ടിയുള്ള പുരികവും വിടർന്ന കൺപീലിയും. അവൾ ഒരുങ്ങിയില്ലെങ്കിലും സുന്ദരിയാണ്. അപ്പോഴാണ് ആ പയ്യൻ അവളുടെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ ചെവിയിലെന്തോ പറഞ്ഞത്. അവൾ അവനെ കൂർപ്പിച്ച് നോക്കുന്നുമുണ്ട്. മുന്നിലിരിക്കുന്ന പെൺകുട്ടി അവൻ്റെ കയ്യിൽ അടിക്കുന്നുണ്ട്. ഇവനാര്? ശ്രീകൃഷ്ണനോ? കൊഞ്ചിക്കൊഴിയൻ കൂടെ 2 എണ്ണവും. എന്തേലും കാണിക്കട്ടെ, എനിക്കെന്താ? വിക്രം തല കുടഞ്ഞുകൊണ്ട് കഴിച്ചിട്ട് എഴുന്നേറ്റു. കഴുകി വീണ്ടും മാസ്ക് എടുത്തു വെച്ചു. അവൻ അടുത്തുകൂടെ പോയപ്പോൾ വൈദ്യു സംശയത്തോടെ തിരിഞ്ഞു നോക്കി. തനിക്ക് പരിചിതമായ ഗന്ധം. അതെ, അതവൻ തന്നെ. എന്താടി? സഞ്ജു തിരിഞ്ഞു നോക്കുന്ന വൈദ്യുവിനെ നോക്കി ചോദിച്ചു. ആ പോയത് വിക്രമാണെന്ന് തോന്നുന്നു. അയാളാണെങ്കിൽ നിനക്കെന്താ? എടുത്ത് കഴിക്കാൻ നോക്ക്. സഞ്ജു അവളെ ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. വൈദ്യു തലയാട്ടി കഴിക്കാൻ തുടങ്ങി. വിക്രം വൈകിട്ട് വരെ സിറ്റിയിലുണ്ടായിരുന്നു. ഷൂട്ടിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിൽ കയറിയിട്ട് ഇറങ്ങുമ്പോഴാണ് ചന്തുവിൻ്റെ ബൈക്കിൽ നിന്നിറങ്ങുന്ന വൈദ്യുവിനെ വിക്രം കണ്ടത്. ഇതാരാ അടുത്തവൻ? ഇവക്കിത് തന്നെയാണോ പണി?
ഇറങ്ങിപ്പോകാൻ കാത്തിരിക്കുകയായിരുന്നു അഴിഞ്ഞാടൻ. വിക്രം പല്ല് കടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. കാറിനുള്ളിൽ കയറിയിരിക്കുമ്പോഴും വിക്രം അവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പച്ചക്കറിയും പലവ്യഞ്ജനവും ഒക്കെ വാങ്ങി ചന്തുവിൻ്റെ പിന്നിൽ കയറിയിരിക്കുന്നുണ്ട് വൈദു. വിക്രം ചന്തുവിനെ സൂക്ഷിച്ചു നോക്കി. ഇൻഷർട്ട് ചെയ്ത് ടൈ കെട്ടിയിട്ടുണ്ട്. ഏതോ കമ്പനി ജോലിയാണെന്ന് സാരം. അവൻ അവളോട് എന്തോ ചോദിച്ചപ്പോൾ അവൾ തല കുലുക്കുന്നുണ്ട്. അവരുടെ ബൈക്ക് മറയുന്നതുവരെ വിക്രം കാറിൻ്റെ മിററിലൂടെ അവരെ നോക്കിയിരുന്നു.